ഇസ്രായേൽ വ്യോമാക്രമണം ഇറാനിലെ എണ്ണ സംഭരണശാലകളെയും ശുദ്ധീകരണശാലകളെയും ലക്ഷ്യം വെച്ചു. ഇതാദ്യമായാണ് ഇത്തരം തന്ത്രപ്രധാനമായ ഇടങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ ബഹ്റൈനിലെ ഒരു കടൽജല ശുദ്ധീകരണ പ്ലാന്റിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കൂടാതെ മിസൈൽ പ്രതിരോധ സംവിധാനം വഴി തകർത്ത ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് 3 പേർക്ക് പരിക്കേൽക്കുകയും ഒരു സർവകലാശാലയ്ക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. റിയാദിലെ നയതന്ത്ര മേഖല ലക്ഷ്യമിട്ട് വന്നതടക്കം 8 ഡ്രോണുകൾ സൗദി അറേബ്യ വെടിവെച്ചിട്ടു. ആക്രമണ ഭീഷണിയെ തുടർന്ന് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഖത്തറിന് നേരെ 10 ബാലിസ്റ്റിക് മിസൈലുകളും 2 ക്രൂയിസ് മിസൈലുകളും തൊടുത്തുവിട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇവയിൽ ഭൂരിഭാഗവും തകർക്കുകയോ ജനവാസമില്ലാത്ത മേഖലകളിൽ പതിക്കുകയോ ചെയ്തു. നേപ്പാൾ പൊതുതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ബാലേന്ദ്ര ഷായെ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അഭിനന്ദിച്ചു. സ്വന്തം തട്ടകമായ ഛാപ്പ 5-ൽ ബാലൻ ഷായോട് പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയ മര്യാദ ഉയർത്തിപ്പിടിച്ചാണ് ഒലി ആശംസകൾ അറിയിച്ചത്. നേപ്പാൾ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയായിരുന്നു ഈ ഫലം. ബാലൻ ഷാ 68,348 വോട്ടുകൾ നേടിയപ്പോൾ KP ശർമ്മ ഒലിക്ക് 18,734 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടുകയാണ്. മിഷിഗണിലും ഓക്ലഹോമയിലും ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ 6 പേർ മരിച്ചു.